നമസ്കാരം. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗ്രാമിന് 15 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ വില 7135 രൂപയിലെത്തി. പവന് 120 രൂപ കുറഞ്ഞതോടെ 57,080 രൂപയിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗ്രാമിന് 25 രൂപ കൂടി വില 7150 രൂപയിലെത്തിയിരുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണവിലയിൽ ഈ വർഷം 27% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സ്വർണത്തിന് 20% വർധനവായിരുന്നു രേഖപ്പെടുത്തിയത്. ഈ വർഷം ഡിസംബറോടെ സ്വർണ്ണവില ഗ്രാമിന് 75,050 രൂപയിലേക്ക് എത്തുമെന്നാണ് ആഗോള ഏജൻസിയായ ഫിച്ച് സൊല്യൂഷൻസ് വിലയിരുത്തുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ വന്നതോടെയാണ് സ്വർണ്ണവില വീണ്ടും ഉയർന്നതെന്നും വിശകലനങ്ങളുണ്ട്. ഭൗമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, സാമ്പത്തിക അപകട സാധ്യതകൾ, കുറഞ്ഞ പലിശ നിരക്ക് അന്തരീക്ഷം എന്നിവ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുവെന്നാണ് കൊമേഴ്സ് ബാങ്ക് വിശകലന വിദഗ്ധരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. 4 വർഷത്തിനു ശേഷം US ഫെഡറൽ റിസർവ് 1% പലിശ നിരക്ക് കുറച്ചതും വിപണിയിൽ പ്രതിഫലിച്ചിരുന്നു. അതേസമയം വെള്ളിയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. 1 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. 1 ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വില 95 രൂപയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വെള്ളി വില എങ്ങനെ കുറഞ്ഞു എന്നതിനനുസൃതമായാണ് കേരളത്തിലെ വെള്ളി വിലയും നീങ്ങുന്നത്. അടുത്ത ഏതാനും വർഷങ്ങളിൽ വെള്ളി വിലയിൽ വലിയ ചലനം ഉണ്ടാകാൻ സാധ്യതയില്ല. സംസ്ഥാനത്തെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ലോഹത്തിന് വെള്ളിക്ക് നല്ല ഡിമാൻഡാണ്. നവംബർ മാസത്തിൽ 14, 16, 17 തീയതികളിൽ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലായിരുന്നു സ്വർണം. 1 ഗ്രാം സ്വർണ്ണാഭരണം ലഭിക്കാൻ 6,935 രൂപ നൽകിയാൽ മതിയായിരുന്നു. നവംബർ 1-ന് പവന വില 59,080 രൂപയിൽ എത്തിയതാണ് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഒക്ടോബറിൽ ആഭരണം വാങ്ങാൻ കാത്തിരുന്നവരെ മുൾമുനയിൽ നിർത്തിയിരുന്നു സ്വർണ്ണ വിപണി. 58,000-ഉം 59,000-ഉം കടന്ന് 60,000-ന് തൊട്ടരികിൽ എത്തിയിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ 6%-ഉം പ്ലാറ്റിനത്തിന്റേത് 6.4%-ഉമാണ് കുറച്ചത്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപയോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണ വിലയിൽ പ്രതിഫലിക്കും. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിലെ വില കുറയണമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണ വില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത്. ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് സാധിക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസവും 2 തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്.